നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന മഹാവിപത്തിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം കൺസൾട്ടന്റും എമിറേറ്റസ് പ്രൊഫസറുമായ ഡോക്ടർ റോയി എബ്രഹാം കള്ളിവയലാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ്, എന്താണ് ലഹരി? ലഹരി എന്തിനോടൊപ്പമാണ്? എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന അവസ്ഥയെ പറയുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണ്. നമുക്ക് ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിദത്തമായ അല്ലെ ബയോളജിക്കൽ ആവശ്യങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കുന്ന ഏത് സാധനവും നമുക്ക് ലഹരി എന്ന നിർവചനത്തിൽ പെടുത്താം. അപ്പോൾ ലഹരിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് അത് വ്യക്തിത്വത്തെയും അയാളുടെ സാമൂഹ്യ ജീവിതത്തെയും അയാളുടെ സ്വഭാവത്തെയും എല്ലാം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലഹരിയുടെ നിർവചനത്തിൽ പല രീതിയിലുള്ള ലഹരികൾ നമുക്ക് ഉണ്ട്. നമുക്ക് സാധാരണ ഇന്ത്യയിലാണ് ഒന്ന് ആൽക്കഹോൾ ഉണ്ട്, പിന്നെ നമുക്ക് അതുപോലെ ഉപയോഗിക്കുന്ന കനാബിസ്, കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ, പിന്നെ ഒപ്പിയോയിഡ് ആൽക്കലോയിഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹീറോയിൻ മുതലായ കാര്യങ്ങൾ, നമ്മൾ ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ, പിന്നെ വേറെ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള ധാരാളം ലഹരികളുണ്ട്. ഇതിൽ അത്യന്തം അപകടകാരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഓപ്പിയോയിഡ്സ്, അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ അത് വലിയൊരു സാമൂഹ്യ വിപത്താണ്. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വർഷം നമ്മുടെ യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന, ഇത് വലിയ ഒരു UN ഒരു വലിയ ഓഫീസ് തന്നെ ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോർ ഡ്രഗ്സ് ആൻഡ് ക്രൈം, ഓഫീസ് ഫോർ ഡ്രഗ്സ് ആൻഡ് ക്രൈം. അപ്പം അവർ പറയുന്ന ഇതാണ്, എവിഡൻസ് ഈസ് ദെയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അതാണ് നമുക്കിപ്പോൾ തെളിവുകളെല്ലാം നമ്മുടെ ഉണ്ട്, നമ്മളിത് തടയാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതപ്പെടുത്തണം. അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധയിൽ പറയാനുള്ളൊരു കാര്യം. അത് ആരുടെയെങ്കിലും ഒരു സർക്കാരിൻ്റെ ചുമതലയായിട്ട് മാറ്റാതെ നമ്മുടെ എല്ലാവരുടെയും, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും, അധ്യാപകർ, പോലീസ്, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, മാനസികാരോഗ്യ പ്രവർത്തകർ, പോളിസി മേക്കേഴ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എല്ലാവർക്കും വലിയൊരു ചുമതലയുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ആരംഭത്തിൽ എനിക്ക് പറയാം. ഡോക്ടർ, ഈ ലഹരി എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണോ, അല്ലെങ്കിൽ അതൊരു മാനസികാവസ്ഥയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഒരു വലിയ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു മോറൽ മോഡൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. മോറൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യം അല്ലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതെല്ലാം തിന്മയാണ്, അത് സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ദോഷപ്രവൃത്തിയാണ്, ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ കുറ്റവാളികളാണ്, അവർ സാമൂഹ്യ വിരുദ്ധരാണ്, അവരെ ഒറ്റപ്പെടുത്തണം, അവരെ ഇല്ലായ്മ ചെയ്യണം. ഈ രീതിയിലുള്ള ഒരു മോറൽ മോഡലാണ് നമ്മൾ വിവക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കതിനൊരു മാറ്റം വന്നിട്ടുണ്ട്, മെഡിക്കൽ മോഡൽ. അപ്പോൾ പ്രത്യേകിച്ച് ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി ജെലനിക് എന്ന് പറഞ്ഞ ഒരു വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് പ്രധാന കാര്യം തന്നെ എല്ലാ മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ഒരു രോഗാവസ്ഥയുടെ ഭാഗമാണെന്നുള്ളതാണ് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന് തെളിവുകളുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, എല്ലാവരും ഒരുപോലെയല്ല മദ്യത്തോടും മയക്കുമരുന്നുകളോടും പ്രതികരിക്കുന്നത്. വൾണറബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചില ആൾക്കാർ ഇതിനകത്ത് അകപ്പെട്ടു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. 10 പേര് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ അതിനകത്ത് 3-4 പേർക്കാണ് വൾണറബിലിറ്റി കൂടുതലായിട്ടുണ്ടാവുക. അവരകപ്പെട്ടു പോകും. അത് ഒരു ദൗർഭാഗ്യകരമായ കാര്യം, ആർക്കാണ് വൾണറബിലിറ്റി എന്ന് നമുക്കറിയാൻ പറ്റില്ല, മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഈ വൾണറബിലിറ്റി ഉള്ള ആൾക്കാരാണ് അകപ്പെട്ടു പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മദ്യമോ മയക്കുമരുന്നോ എന്തായാലും അത് കുറേ നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര നിശ്ചയദാർഢ്യമുള്ളവരാണെങ്കിലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അവർ അകപ്പെട്ടു പോകുന്ന ഒരു വലിയ ചുഴിയിൽ അകപ്പെട്ടുന്ന അവസ്ഥയാണ്. അവരെത്ര ആഗ്രഹിച്ചാലും സാധിക്കില്ല. അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ചുമതലയാണ്. ഈ ഒരു അറിവാണ് നമുക്കുള്ളത്. അതാണ് ഡിസീസ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ രോഗാവസ്ഥയുടെ കൺസെപ്റ്റ്. ഈ ധാർമ്മിക മോഡലിനെ നമ്മൾ കംപ്ലീറ്റ് പുറന്തള്ളി കളയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മയക്കുമരുന്നുകളും മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ഒരു സാമൂഹിക തിന്മ തന്നെയാണ്. അപ്പം അതിനെതിരെ
സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർത്താനായിട്ട് ഈ ധാർമ്മിക മോഡൽ വേണം. പക്ഷേ ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു സമീപനമാണ് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള സമീപനം. ധാർമ്മികമായിട്ടുള്ള നമ്മുടെ ചിന്താഗതിക്കൊപ്പം തന്നെ ഇതൊരു രോഗാവസ്ഥയാണ് തിരിച്ചറിവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിക്കും. താങ്ക് യു. ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു രോഗാവസ്ഥയാണ് എന്നും പറയാം. അപ്പോൾ നമുക്ക് ലഹരിയോടുള്ള ആസക്തി എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഇതിന് നമുക്ക് ഏതൊക്കെ വഴി പ്രതിരോധിക്കാം? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കത് പ്രതിരോധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പോൾ അതിനകത്ത് പ്രതിരോധ മാർഗങ്ങളായിട്ട് 4-5 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട റേസ് അവയർനെസ്. നമുക്ക് ഈ മയക്കുമരുന്നുകളും മദ്യമൊക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങളെ പറ്റി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു ചെറുപ്പക്കാരൻ വളരെയധികം നമുക്ക് പാലക്കാട് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് നമ്മുടെ ഹലോ ഡോക്ടറിൽ. പാലക്കാട് നിന്ന് ഫെലിക്സ് ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. യെസ്, ഫെലിക്സ് ചോദിച്ചോളൂ. ഹലോ. യെസ്, കേൾക്കാം. എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ചോദ്യം. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ ഫെലിക്സ് റോയ് എന്നാണ്. കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. ശരിയായിട്ട് കേൾക്കാം സാർ. ഈ കഞ്ചാവ് വലിക്കുന്നതിനെ കുറിച്ച് എന്താ സാർ അഭിപ്രായം? കഞ്ചാവ് വലിക്കുന്നത് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ഡോക്ടർ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാണ് സാർ. നമുക്ക് കഞ്ചാവ് വലിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തെറ്റാണ്. പിന്നെ നമുക്ക് കഞ്ചാവ് വലിക്കുന്ന മറ്റ് മയക്കുമരുന്നുകളിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. ഒരു ചോദ്യത്തിന് ഒരു അർത്ഥമുണ്ട്. കാരണം ചില പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ കഞ്ചാവ് ഒരു റിക്രിയേഷണൽ ഡ്രഗ്, അതായത് നമുക്ക് മറ്റ് സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ വിരുന്നുകളിലൊക്കെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അതുള്ള കൂട്ടായ്മകളിലൊക്കെ ഉപയോഗിക്കാനുള്ള അനുമതിയുള്ള ചില രാജ്യങ്ങളുണ്ട്. അമേരിക്കയിൽ ചില സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാം ചെയ്യുന്നത് ശരിയാണോന്നില്ല. കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനടിമയാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. വല്ലപ്പോഴും ഒരു ആഡംബര പാർട്ടിയിൽ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന പോലെ അല്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനെപ്പറ്റി തിരിച്ചറിവില്ലെങ്കിൽ വളരെ അപകടത്തിലേക്ക് പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എപ്പോഴും അത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. നമുക്ക് കൂടുതൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ വേണം. അതിനുശേഷം നമുക്ക് ഇക്കാര്യത്തെ പറ്റി വേണം ചിന്തിക്കണം. അല്ലെങ്കിൽ പാശ്ചാത്യര് അല്ലെങ്കിൽ കാനഡ അതുപോലെ അമേരിക്കൻ ചില സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ കുറേ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അമേരിക്കയിലൊക്കെ നമുക്കറിയാമല്ലോ, പല രാജ്യങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങളിലും ക്രിമിനാലിറ്റി വളരെ കൂടുതലാണ്. കുറ്റകൃത്യങ്ങൾ, ഗൺ വാർഫെയർ ഒക്കെ കൂടുതലാണ്. അപ്പം അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. താങ്ക് യു. ഡോക്ടർ, ആ പ്രേക്ഷകൻ ചോദിച്ചത് ഇത് നമുക്ക് എങ്ങനെ നിർത്താമാണ്. അത് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയോടുള്ള ആസക്തി നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക, എങ്ങനെയൊക്കെ അത് പ്രതിരോധിക്കാം? ഡോക്ടർ തുടർന്നോളൂ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേസ് അവയർനെസ്. ഇപ്പോൾ ഈ കൈരളി TV ഇപ്പോൾ ചെയ്യുന്ന കാര്യം, അതുപോലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നമ്മുടെ പത്രമാധ്യമങ്ങൾ, അതുപോലെ സ്കൂളിലെ ഡിബേറ്റിംഗ് ക്ലബ്ബുകളുണ്ട്, അത് കോളേജ് യൂണിയനുണ്ട്, സ്കൂൾ യൂണിയനുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ഒരു വലിയ അവയർനെസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഞാൻ പറയായിരുന്നു, കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്ന് വളരെയധികം വേദനയോടെ അവർ 6 പേര് കൂടി ഒരു നീഡിൽ ഷെയർ ചെയ്തു. ഇപ്പം അത് ഹെപ്പറ്റൈറ്റിസ് B ആണ്. ഹെപ്പറ്റൈറ്റിസ് B ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ അയാൾ പറയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യണം, എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഡോക്ടർമാർ പറഞ്ഞു, നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതോടെ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ വളരെ വേദനയോടെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒരിക്കലും അറിയാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് കിട്ടുന്നത്. ഹെപ്പറ്റൈറ്റിസും B യും C യും ഒക്കെ നമുക്കറിയാമല്ലോ. ഒരു നീഡിൽ ഷെയർ ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ആരെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഹെപ്പറ്റൈറ്റിസ് B യുടെയോ C യുടെയോ അണുബാധ ഉണ്ടെങ്കിൽ അത് മറ്റെല്ലാവർക്കും കിട്ടും. അത് വലിയ അപകടകാരിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർത്തും, അത് മാത്രമല്ല നമുക്ക് മയക്കുമരുന്നുകളും മദ്യങ്ങളും വളരെയധികം ക്രിമിനൽ ബിഹേവിയറിനും അതുപോലെ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ കാരണമാവും. അപ്പോൾ ഇത് സമൂഹത്തിന് ഒരു അവയർനെസ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കണം.
പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എംപവറിങ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ സമൂഹ കൂട്ടായ്മകളെ നമ്മൾ ശക്തിപ്പെടുത്തണം. അവിടെ ആ ശക്തിപ്പെടുത്തലിലൊക്കെ നമ്മൾ ഈ മയക്കുമരുന്നുകളുടെ അപകടസ്ഥിതിയെപ്പറ്റി പറയുകയും അതിനകത്തുള്ള ക്രിയാത്മകമായ നിലപാടുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പല കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകളൊക്കെ ലഹരി മരുന്നുകൾക്കെതിരെയുള്ള ശക്തമായ ചിന്തകളും പങ്കുവെക്കാനും നടപടികൾ സ്വീകരിക്കാനും. ഇപ്പം നമ്മുടെ അവിടെ ആരെങ്കിലും ഒരു മയക്കുമരുന്നുകളോ ലഹരിയോ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് അത് ഈ ഉപയോഗിക്കുന്ന ആളെക്കാൾ കൂടുതൽ അയാളിലേക്ക് എങ്ങനെ എത്തി അതിനകത്ത് അത് തടയാനായിട്ട് സമൂഹത്തിൽ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എംപവറിങ് യൂത്ത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നമുക്ക് വലിയൊരു പങ്കുണ്ട്. അവർക്ക് വേണ്ട അറിവും തിരിച്ചറിവും മയക്കുമരുന്നിനെപ്പെട്ട അറിവും കൊടുക്കുകയും അവർ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തനങ്ങളിലായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു ഡയലോഗ് വേണം. നമുക്ക് ആശയവിനിമയങ്ങൾ കൂടുതലായിട്ടുണ്ടാവണം. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അവരുടെ ആശങ്കകൾ പരിഹരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പിന്നെ നമുക്കറിയാം ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് വലിയൊരു കാര്യമാണ്. മയക്കുമരുന്നുകൾ ഒക്കെ എത്തുന്ന പല രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ടല്ലോ, കൊച്ചിയിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിലൊക്കെ വലിയ മയക്കുമരുന്നുകളുടെ കോടിക്കണക്കിന് രൂപയുടെ ഒപ്പിയം കണ്ടുപിടിച്ചു, അല്ലെ മറ്റു മയക്കുമരുന്നുകൾ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇത് വരുന്ന ചാനൽസ് ഒക്കെ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവണം. രാജ്യങ്ങൾ തമ്മിലുള്ള ചില രാജ്യങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാട് നിയമങ്ങളുണ്ട്. പക്ഷെ പല രാജ്യങ്ങളും പോറസ് ബോർഡേഴ്സ് എന്ന് പറയും. കടത്തിക്കൊണ്ട് വരാൻ എളുപ്പമുള്ള പല പല രാജ്യാതിർത്തികളുണ്ട്. അത് അടയ്ക്കാനും ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കടമയായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ആ രീതിയിൽ നമ്മൾ ഓർക്കണം. നമുക്ക് എല്ലാ പ്രവർത്തനത്തിനും നമുക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും 3 കാര്യങ്ങളാണ് ഉള്ളത്. 1 അവൈലബിലിറ്റി, 2 വൾണറബിലിറ്റി, മൂന്നാമത്തെ കാര്യം നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ എൻവയൺമെന്റ്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൈലബിലിറ്റി. ഏത് മയക്കുമരുന്നാണെങ്കിലും അത് കിട്ടിയാൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവൈലബിൾ ആക്കുന്ന ചാനലെല്ലാം നമ്മൾ അടയ്ക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ തന്നെ വൾണറബിലിറ്റിയെ പറ്റി പറഞ്ഞിരുന്നു. ചില ആൾക്കാർക്ക് ഇത് മദ്യമയത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടാനായിട്ട് കൂടുതൽ സാധ്യതകളുണ്ട്. അവരെ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ നമുക്ക് മൂന്നാമതൊരു കാര്യം നമ്മുടെ എൻവയൺമെൻ്റ് ആണ്, നമ്മുടെ സോഷ്യൽ എൻവയൺമെൻറ്റ്. അപ്പോൾ അത് നമ്മുടെ സോഷ്യൽ എൻവയൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും അനുകൂലിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെ എതിർക്കുന്ന അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചാൽ കുഴപ്പമില്ല, മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല, ചില മയക്കുമരുന്നുകൾ കഴിച്ചാൽ അത് കുഴപ്പമില്ല, അതൊക്കെ ചെറുപ്പക്കാരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ നിസ്സാരമായിട്ട് ഇടപെടുകയാണ്. താങ്ക് യു. നമ്മുടെ ഇപ്പം ആറന്മുളയിൽ നിന്ന് ഇന്ദിര ചേരുന്നുണ്ട്. ഇന്ദിര, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കാം. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പിന്നെ ഡോക്ടർ, ഇവിടുത്തെ ഒരു മോനെ 23 വയസ്സുണ്ട്. കേക്കാമോ മോളെ? കേക്കാം. 23 വയസ്സുണ്ട്. +2 പാസ്സായതാ. ആ കുട്ടി എന്നും ഇപ്പം മയക്കുമരുന്നും കഞ്ചാവൊന്നുമല്ല, എന്തോ ഒരു കവറിനകത്ത് വരുന്ന സാധനം ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണോ അറിയേണ്ടത്? കവറിനകത്ത് വരുന്ന സാധനമായി വായയുടെ ഇറമ്പിക്ക് വെക്കും, ഈ വായയുടെ ഈ ഭാഗത്ത് വെക്കും. ആൻസാണ് സാറേ, ആൻസാണ്. ഞാൻ മറുപടി പറയട്ടെ. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പങ്കുണ്ട്. നമ്മൾ ഇത് എവിടുന്ന് ആ കുട്ടി ഇത് അത് പിടിച്ചെടുക്കുന്നത് നമുക്കറിയണം. നമുക്കിവിടെ പോലീസ് അതുപോലെ എക്സൈസ് അതോറിറ്റി ആൾക്കാരുണ്ട്, അവരെ നമുക്ക് അറിയിക്കാം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. ഈ 23 വയസ്സുകാരനായ അവനെ ഒറ്റപ്പെടുത്താതെ അവനെ ഒരു ഡോക്ടറെ കാണിക്കണം. സാധിക്കുകയാണെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കണം. അവന് പല പ്രയാസങ്ങളും കാണും.
ചിലപ്പോൾ അവന് വിഷാദരോഗം പോലുള്ള ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ട് മാറുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ ചികിത്സിച്ച് മാറ്റുക. അല്ല അവനെന്തെങ്കിലും ഏതെങ്കിലും പരാജയ ഭീതിയോ അല്ലെ ഏതെങ്കിലും കാര്യങ്ങളെ നേരിടാനുള്ള അവൻ്റെ ആശങ്കയോ അവനുള്ള അപകർഷതാബോധമോ ഒക്കെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവനെ തീർച്ചയായിട്ടും നമുക്ക് അവനെ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടുപോകാം. ജില്ലാ ആശുപത്രികളുണ്ട്. സാധാരണ നമ്മുടെ മികച്ച പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ഇപ്പം നമുക്ക് മാനസികാരോഗ്യ വിഭാഗമുണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോകണം. അവർ കൊണ്ടുപോയി പരിശോധിക്കുക. അതുപോലെ തന്നെ അവന് ചിലപ്പോൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രൗൺ ഷുഗർ ഉണ്ട്, അതുപോലെ ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള മയക്കുമരുന്നുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പിയോയിഡ്സ് എന്ന് പറയും, മോർഫിൻ, പെതിലിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഡി അഡിക്ഷൻ ചികിത്സ വേണം. അത് ആശുപത്രിയിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കിടക്കേണ്ടി വരും. എന്തായാലും അതിന് നമുക്ക് ചികിത്സയുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അവനെ നമ്മൾ ഒറ്റപ്പെടുത്താതെ, അവനെ മാറ്റി നിർത്താതെ അവനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അത്ര എനിക്ക് പറയാം. ഡോക്ടർ, ലഹരി ഉപയോഗത്തിന്റെ വിപത്തുകൾ എന്തെല്ലാമാണ്? ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ലഹരി മരുന്നുകളുടെ വിപത്തുകൾ അത് നമുക്ക് ശാരീരികവും മാനസികവും ആയിട്ടുള്ള വിപത്തുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള വിപത്തുകളെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ സൂചന നൽകി. മയക്കുമരുന്നുകളാണെങ്കിൽ അതുവഴി നമ്മൾ ഉപയോഗിക്കുന്ന രീതികളിൽ കൂടി നമുക്ക് മറ്റ് പല രോഗങ്ങളും, അത് ഉദാഹരണത്തിന് നമുക്ക് ഞാൻ നേരത്തെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെ പറഞ്ഞു. HIV പോലുള്ള മറ്റ് അണുബാധകൾ വരാം. ഇങ്ങനെ വരുന്ന എല്ലാ രോഗങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അമിത മദ്യപാനം നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ലിവർ സിറോസിസ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പാൻക്രൈറ്റൈറ്റിസ്. അതുപോലെ ദീർഘമായ കാര്യങ്ങൾ നമുക്ക് ദീർഘമായിട്ടുള്ള ഇങ്ങനെ ഉപയോഗം കൊണ്ട് ശാരീരികമായിട്ടുള്ള പല അപകട സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അവഗണിക്കപ്പെടുന്ന, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം എൻ്റെ മാനസികാരോഗ്യ രംഗമാണ്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവരിൽ 10% പേര് ആത്മഹത്യയിലെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളാണ്. എല്ലാ രാജ്യങ്ങളിലും 10%, 100 പേര് മദ്യപരുണ്ടെങ്കിൽ 10 പേര് ആത്മഹത്യയിലാണ് അവരുടെ ജീവിതം അവസാനിക്കുന്നത്. അതിനു മുമ്പ് അവരുടെ ജീവിതം വളരെയധികം കലുഷിതമായിട്ടുള്ള ജീവിതങ്ങളായിരിക്കും. അവരവരുടെ ജോലിയിൽ വളരെയധികം മോശമായി പെരുമാറും. കുടുംബത്തിലെ അവസ്ഥകൾ മോശമാകും. അവർ ചിലപ്പോൾ വിഷാദാവസ്ഥയിലേക്ക് പോകും. അവർ മാനസിക രോഗികളായിട്ട് മാറും. ഇങ്ങനെയുള്ള വലിയ രോഗങ്ങൾ. അതുപോലെ തന്നെ മറവി രോഗത്തിന് ഒരു കാരണമായിട്ട് ഇന്ന് നമ്മൾ അൽഷിമേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം ഇതിനായിട്ടും ഒക്കെ കാരണമാകും എന്ന് നമുക്ക് അറിവുള്ളതാണ്. ഈ രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ആണ് നമ്മുടെ ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ നമുക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഷോർട്ട് ടേം അയാളുടെ ജോലിയിൽ നഷ്ടപ്പെടുന്നു. രാജ്യത്തിന് വലിയ നഷ്ടമുണ്ട്. ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന് ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോക ലഹരി വിരുദ്ധമായ ഇന്ന് ലഹരി എന്ന മഹാവിപത്തിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമ്മോട് സംസാരിച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവയലാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു.